നമ്മളെല്ലാം രാഷ്ട്രീയക്കാരാണ്, ജനങ്ങളെ സേവിക്കുന്ന ആൾക്കാരാണ്, വ്യക്തികളല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം, പിണറായി വിജയൻ സർക്കാരിൽ പിണറായി വിജയൻജി പറയാത്തത് എന്തെങ്കിലും നടക്കാൻ സാധ്യതയുണ്ടോ? നിങ്ങളെന്നെ ചോദിച്ചു നോക്കൂ, ഒരു സാധാരണ ഒരു വിശ്വാസിയോട് ചോദിച്ചു നോക്കൂ. 2018 ആരാണ് ഈ ദ്രോഹം ചെയ്തത്? പിണറായി വിജയൻ. അപ്പൊ ഇതെല്ലാം ചെയ്തത് ഒരു മനസ്സ്, ഒരു എന്താ പറയാ, ഒരു ദ്രോഹം ചെയ്യണം, കൊള്ള ചെയ്യണം എന്ന് മനസ്സ് വെച്ച് ചെയ്തതാണ്. ഇത് ആരാണ് ചെയ്തത്, എങ്ങനെ ചെയ്തു, എന്ത് ധൈര്യത്തോടെ ചെയ്തു, ഇത് നമ്മൾ അന്വേഷിച്ചിട്ട് പിടിക്കണം. അല്ല, ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത് നോക്കൂ, ഇവിടുത്തെ മുഖ്യമന്ത്രിയായ ആഭ്യന്തരമന്ത്രി ആദ്യത്തെ ദിവസം മുതൽ പറയുന്നത് എന്താണ്? ഇത് വീഴ്ചയാണെന്ന്. ഇത് ആരോടാ പറയുന്നത് കേരള പോലീസിനോടല്ല പറയുന്നത് വീഴ്ചയാണെന്ന്. ഒരു ആഭ്യന്തരമന്ത്രി ഇതൊരു വീഴ്ചയാണെന്ന് പറയുമ്പോൾ ഇത് ആരെ ടാർഗറ്റ് ചെയ്തതാ പറയുന്നത്? SITയിൽ ആരാണ്? കേരള പോലീസ് അല്ലേ. ഞങ്ങൾ കേരള പോലീസിന്റെ എതിരെ ഒന്നും പറയുന്നില്ല. പക്ഷേ കേരള പോലീസ് ആഭ്യന്തരമന്ത്രിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. ഇത് നമ്മളെല്ലാവർക്കും അറിയാം. അല്ല, ഞങ്ങൾ പറയുന്നത് അതിനെക്കുറിച്ച് ഞങ്ങൾ ഒന്നും പറയുന്നില്ല. കോർട്ട് തീരുമാനിക്കണം, കോർട്ടിന് ഇത് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയി ഫെയർ ആയി ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ കേരളത്തിന് പുറത്ത് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി വന്ന് ഇത് ഇൻവെസ്റ്റിഗേറ്റ് അതാണ് ഈ കേസ്. ഇവിടുത്തെ ഏജൻസി അന്വേഷിച്ചാൽ പോരാ, ഇവിടുത്തെ പോലീസ് അന്വേഷിച്ചാൽ പോരാ, മറ്റൊരു ഏജൻസി, അത് ദേശീയ ഏജൻസി ആവാം, അത്തരത്തിലൊരു ഏജൻസി സംസ്ഥാനത്തിന് പുറത്തുള്ള ഏജൻസി ഒന്ന് അന്വേഷിക്കണമെന്നാണ് BJPയുടെ ആവശ്യം. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.